പോയി ജോലി ചെയ്യുക, ഒരു നല്ല കരിയർ കെട്ടിപ്പടുക്കുക എന്നത് ലക്ഷക്കണക്കിന് ഇന്ത്യൻ IT പ്രൊഫഷണലുകളുടെ വലിയൊരു സ്വപ്നമാണ്. ഇതിനായി അവർ ആശ്രയിക്കുന്നത് അവിടുത്തെ പ്രശസ്തമായ H1B വിസ പ്രോഗ്രാമുകളെയാണ്. എന്നാൽ ഈ സ്വപ്നങ്ങളുടെ മറവിൽ നടക്കുന്ന ഭയപ്പെടുത്തുന്ന ചില ചൂഷണങ്ങളുടെ കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വന്തം ജോലി നിലനിർത്താനും വിസ റദ്ദാക്കാതിരിക്കാനുമായി ഒരു ഇന്ത്യൻ തൊഴിലാളി തന്റെ കമ്പനിക്ക് നൽകേണ്ടി വന്നത് ഏകദേശം $1,00,000 ആണ്. അതായത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 90 ലക്ഷത്തിന് മുകളിൽ രൂപ. അമേരിക്കയിലെ ടെക്സസിൽ ഒരു ഇന്ത്യൻ കമ്പനിക്കെതിരെ ഒരു ഇന്ത്യൻ IT പ്രൊഫഷണൽ നൽകിയ കേസ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ സംഭവം H1B വിസ നിയമത്തിലെ വലിയ ചതിക്കുഴികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എന്താണ് ഈ കേസ് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആരാണ് ഈ കേസ് നൽകിയത് എന്നും എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നും ആദ്യമേ ഒന്ന് നോക്കാം. ഋഷികേഷ് രാജ് മിസേല എന്ന ഇന്ത്യൻ സ്വദേശിയായ IT ജീവനക്കാരനാണ് ടെക്സസിലെ കോടതിയിൽ ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. 2023 അമേരിക്കയിലെത്തി ഉപരിപഠനം പൂർത്തിയാക്കിയ ശേഷമാണ് മിസേല ഒരു കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചത്. സായ് ജിതേന്ദർ കലേഗ്ര എന്ന ഇന്ത്യൻ അമേരിക്കൻ വ്യവസായിയുടെ നേതൃത്വത്തിലുള്ള ടെക്സസ് ആസ്ഥാനമായുള്ള കമ്പനിയിലാണ് അദ്ദേഹം ജോലിക്ക് കയറിയത്. അവിടെ നിന്ന് അദ്ദേഹത്തിന് H1B വിസ സ്പോൺസർഷിപ്പ് ലഭിച്ചു. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാനും ഗ്രീൻ കാർഡ് നേടാനുമുള്ള എളുപ്പവഴിയാകും ഈ ജോലി എന്ന് കരുതിയാണ് മിസേല ഇതിൽ ചേർന്നത്. എന്നാൽ ജോലിയിൽ പ്രവേശിച്ച ഉടൻ തന്നെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. കമ്പനിയിൽ മിസേല നേരിട്ട പ്രധാന പ്രതിസന്ധികൾ എന്തൊക്കെയായിരുന്നു, എന്താണ് ഈ ബെഞ്ച് സംവിധാനം എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ജോലിയിൽ പ്രവേശിച്ച കഴിഞ്ഞയുടൻ കമ്പനി അധികൃതർ മിസേലയെ ബെഞ്ച് എന്ന സംവിധാനത്തിൽ ഉൾപ്പെടുത്തി. IT വ്യവസായത്തിൽ സജീവമായ പ്രൊജക്റ്റുകളോ ക്ലയന്റുകളോ ഇല്ലാത്ത ജീവനക്കാരെ മാറ്റി നിർത്തുന്നതിനാണ് ബെഞ്ച് എന്ന സംവിധാനം ഉപയോഗിക്കുന്നത്. എന്നാൽ നിയമപ്രകാരം ഇങ്ങനെ ബെഞ്ചിലിരുത്തിയാലും കമ്പനി ജീവനക്കാരന് കൃത്യമായ ശമ്പളം നൽകണം. പക്ഷേ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. പ്രൊജക്റ്റ് ഇല്ലെന്ന കാരണത്താൽ മിസേലയോട് സ്വന്തം ശമ്പളത്തിനുള്ള പണം സ്വയം കണ്ടെത്താൻ കമ്പനി ആവശ്യപ്പെട്ടു. വിസ നിലനിർത്തണമെങ്കിൽ കമ്പനിക്ക് വലിയ തുകകൾ നൽകണമെന്ന് അവർ നിർബന്ധിച്ചു. തൊഴിലാളിയുടെ വിസയുമായി ബന്ധപ്പെട്ട രേഖകൾ വെച്ച് കമ്പനി എങ്ങനെയാണ് ആളുകളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് എന്ന സംശയം പലർക്കും ഇപ്പോൾ ഉണ്ടാകും. നമുക്ക് നോക്കാം. H1B വിസയിലുള്ള ഒരു ജീവനക്കാരന് തന്റെ പേ സ്റ്റാബുകൾ, അതായത് ശമ്പള രേഖകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു കമ്പനിയിലേക്ക് ജോലി മാറാനോ വിസ ട്രാൻസ്ഫർ ചെയ്യാനോ വിസ പുതുക്കാനോ നിയമപരമായി US-ൽ തുടരുന്നു എന്ന് തെളിയിക്കാനോ ഈ പേ സ്റ്റാബുകൾ ആവശ്യമാണ്. ഈ രേഖയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ കമ്പനി അധികൃതർ അത് നൽകാതെ മിസേലയെ സമ്മർദ്ദത്തിലാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടുതൽ പണം നൽകിയാൽ മാത്രമേ പേ സ്റ്റാബുകൾ നൽകൂ എന്നും അവർ ആവശ്യപ്പെട്ടു. വിസ നഷ്ടപ്പെടുമെന്ന ഭയത്താൽ മിസേലയ്ക്ക് ഏകദേശം $8,800 പണമായി നൽകേണ്ടി വന്നു. ഇതിനെതിരെ തൊഴിലാളിക്ക് പ്രതികരിക്കാൻ സാധിക്കുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. ഈ ചൂഷണത്തിനെതിരെ മിസേല ഒടുവിൽ പ്രതികരിച്ചപ്പോൾ കമ്പനി ക്രൂരമായ ഭീഷണികളാണ് ഉയർത്തിയത്. മിസേലയെ അമേരിക്കൻ ഇമിഗ്രേഷൻ വിഭാഗമായ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന് ഒറ്റുകൊടുക്കുമെന്നും വിസ റദ്ദാക്കി നാട് കടത്തുമെന്നും അവർ ഭീഷണിപ്പെടുത്തി. ഇതുകൂടാതെ ഇന്ത്യയിലുള്ള അദ്ദേഹത്തിന്റെ പിതാവിനെ പോലും കമ്പനി പ്രതിനിധികൾ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായി കോടതി ഹർജിയിൽ പറയുന്നു. ഒടുവിൽ മിസേല നിയമ പോരാട്ടത്തിന് ഇറങ്ങി. അദ്ദേഹത്തിന് വേണ്ടി ഹാജരായത് ബിനിയാസ് ലോ എന്ന സ്ഥാപനമാണ്. അവർ പറയുന്നത് ശമ്പള കുടിശ്ശികയും നിർബന്ധിച്ചു വാങ്ങിയ പണവുമടക്കം $97,248.94 കമ്പനി മിസേലയ്ക്ക് നൽകാനുണ്ടെന്നാണ്. അമേരിക്കൻ നിയമപ്രകാരം ഇത്തരം വിസ സ്പോൺസർഷിപ്പ് പണം ഈടാക്കുന്നത് നിയമവിരുദ്ധമാണോ എന്ന സംശയം പലർക്കും ഉണ്ടാകും. നമുക്ക് നോക്കാം. എന്നാൽ ഉത്തരം അതെ എന്നാണ്. പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. പ്രശസ്ത ഇമിഗ്രേഷൻ അഭിഭാഷകനായ മിഥി ജയ്സാൾ വ്യക്തമാക്കുന്നതനുസരിച്ച് അമേരിക്കൻ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ നിയമങ്ങൾ എന്നിവ പ്രകാരം H1B വിസ സ്പോൺസർഷിപ്പുകളുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ചെലവുകളും തൊഴിലാളികളുടെ തലയിൽ കെട്ടിവെക്കാൻ തൊഴിലുടമയ്ക്ക് അവകാശമില്ല. കൂടാതെ തൊഴിലാളി ബെഞ്ചിലായിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും അവർക്ക് കൃത്യമായ ശമ്പളം നൽകാൻ കമ്പനി ബാധ്യസ്ഥരാണ്. മുൻപ് ടെക്സസിലെ മറ്റൊരു IT കമ്പനിയിൽ നിന്ന് ഇത്തരത്തിൽ നിയമവിരുദ്ധമായി ജീവനക്കാരെ ശമ്പളം നൽകാതെ ബെഞ്ചിലാക്കിയതിന് $85,000 പിഴ ഈടാക്കി തൊഴിലാളിക്ക് സർക്കാർ നൽകിയിട്ടുണ്ട്. H1B വിസ സംവിധാനം എങ്ങനെയാണ് തൊഴിലാളികളെ ദുർബലരാക്കുന്നത്? നമുക്ക് നോക്കാം.
H1B വിസ സംവിധാനം എങ്ങനെയാണ് തൊഴിലാളികളെ ദുർബലരാക്കുന്നത്? വിദഗ്ധർ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? നമുക്ക് വിശദമായി നോക്കാം. H1B വിസയുടെ അടിസ്ഥാന ഘടന തന്നെ ഒരു വലിയ അധികാര അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടെന്ന് അഭിഭാഷക മിതി ജയ്സാൽ ചൂണ്ടിക്കാണിക്കുന്നു. ഈ വിസ പ്രകാരം ഒരു ജീവനക്കാരന് അമേരിക്കയിൽ തുടരാനുള്ള നിയമപരമായ അനുമതി ആ നിർദ്ദിഷ്ട കമ്പനിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇത് കമ്പനികൾക്ക് ജീവനക്കാരുടെ മേൽ അമിത അധികാരം നൽകുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ ജീവനക്കാർക്ക് ഗ്രീൻ കാർഡ് ലഭിക്കാനുള്ള വലിയ ക്യൂ ഉള്ളതിനാൽ അവർ തങ്ങളുടെ വർഷങ്ങളുടെ പഠനവും സാമ്പത്തിക നിക്ഷേപവും ഗ്രീൻ കാർഡ് സ്വപ്നങ്ങളും നഷ്ടപ്പെടുത്താതിരിക്കാൻ കമ്പനികളുടെ ഏത് ചൂഷണവും സഹിക്കാൻ നിർബന്ധിതരാകുന്നു. മുൻപ് US കോടതികളിൽ വന്ന പല കേസുകളിലും വിസയുടെ ഈ അമിത ഡിപ്പെൻഡൻസി എങ്ങനെയാണ് നിർബന്ധിത തൊഴിലിലേക്കും മനുഷ്യക്കടത്തിലേക്കും നയിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നും അവർ പറഞ്ഞു. ചൂഷണം ചെയ്യപ്പെടുന്ന തൊഴിലാളികൾക്ക് US-ൽ ലഭ്യമായ നിയമപരമായ സുരക്ഷാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. അമേരിക്കൻ നിയമത്തിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറിന്റെ വേജ് ആൻഡ് അവർ ഡിവിഷൻ ഇത്തരം ശമ്പള ലംഘനങ്ങളെ കുറിച്ച് അന്വേഷിക്കാനും കമ്പനികൾക്കെതിരെ പിഴ ചുമത്താനും അധികാരമുണ്ട്. കൂടാതെ നിർബന്ധിത തൊഴിൽ വിരുദ്ധ നിയമ ട്രാഫിക്കിംഗ് വിക്ടിം പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ജീവനക്കാർക്ക് സിവിൽ കേസുകൾ ഫയൽ ചെയ്യാം. എന്നാൽ വിസ പോകുമെന്ന ഭയത്താൽ പലരും ഇതിന് മുതിരാറില്ല. അതുകൊണ്ട് മിസേല എടുത്ത ഈ നിയമപരമായ ചുവടുവെപ്പ് വളരെ ശരിയാണെന്നാണ് ആളുകൾ പറയുന്നത്. ഈ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണുള്ളത്. ആരോപണ വിധേയനായ വ്യവസായിയോ അദ്ദേഹത്തിന്റെ കമ്പനിയോ ഇതുവരെ ഈ പരാതികളോട് പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. കോടതിയിൽ കുറ്റം തെളിയിക്കപ്പെടുമെന്നതുവരെ ഇവ ആരോപണങ്ങൾ മാത്രമാണ്. എങ്കിലും ഈ സംഭവം അമേരിക്കൻ സ്വപ്നങ്ങളുമായി പോകുന്ന ഓരോ IT ഉദ്യോഗാർത്ഥികൾക്കും വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. എല്ലാവരും നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, ചൂഷണങ്ങൾക്ക് വഴങ്ങാതിരിക്കുക.